ദിവ്യഗർഭം കേട്ടിട്ടുള്ളൂ, അങ്ങനെ അത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം ദിവ്യഗർഭം ധരിച്ചിരിക്കുകയാണ് കന്യാസ്ത്രീ. അതായത് ഒരു 5-6 മാസം 2-3 മാസം മുമ്പ് നടന്ന സംഭവമാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ഒന്ന് കരയാൻ പോലും അനുവദിക്കാതെ ഈ ലോകത്തിലേക്ക് കണ്ണൊന്ന് തുറക്കാൻ പോലും അനുവദിക്കുന്നതിന് മുമ്പ് അതിനെ പിടിച്ച് ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എറിഞ്ഞു. ഒരു മഠത്തിൽ നടന്ന സംഭവം പറയുന്നത്. ഇതിനാരെ കാരണക്കാരൻ? വൈദികന കാരണക്കാരൻ, അച്ഛനാണ് കാരണക്കാരൻ. അച്ഛൻ്റെ സാമാനം എടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോൾ അയാളല്ല കാരണക്കാരൻ. അപ്പോൾ ആരെ കാരണക്കാരൻ? അത് വേറൊരാളാണെന്ന്. അപ്പം അച്ഛൻ പണി ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഗർഭത്തിന് ഉത്തരവാദി വേറൊരുത്തൻ. ഇനി വേറെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഈ നടന്ന സംഭവങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല അത്രേ. അതാ ഏറ്റവും രസം. ഇപ്പോഴും ഇവളെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് അറിയോ? കന്യാസ്ത്രീ. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. തെലങ്കാനയിൽ എലൂര് എന്നൊരു സ്ഥലം, ഏലൂരല്ല എലൂരു എന്നാണത്. അവരുടെ ഇതിലെല്ലാത്തിനും അവസാനം ഒരു ഉകാരം വന്നിട്ടാണല്ലോ അവസാനിക്കുക. എലൂരു എന്ന മറ്റാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഒരു കന്യാസ്ത്രീക്ക് ദിവ്യഗർഭമുണ്ട്. അച്ഛന്മാർ ഉണ്ടാക്കിയ ഗർഭത്തിന് ദിവ്യഗർഭം എന്നാണല്ലോ പേര്. ദിവ്യഗർഭം ഉണ്ടായത് ഇതൊരു 2 മാസം മുമ്പ് നമ്മൾ വായിച്ച വാർത്തയാണ്. ആ കുട്ടിയെ ഇവർ ജന്മം കൊടുത്ത കുട്ടിയാ. ആ കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അതിനടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അതിന് ഉറുമ്പെല്ലാം വന്ന് കൂടി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ആരോ കണ്ടെത്തി. ഈ പെണ്ണ് ഗർഭിണിയായതിൻ്റെ പുറകിൽ വെറുതെ ഒറ്റയ്ക്ക് ഗർഭിണിയാവില്ലല്ലോ, സ്വയംഭോഗം ചെയ്താൽ ഗർഭിണിയാവില്ലല്ലോ. അതിലൊരു മിടുക്കൻ വേറെ വേണമല്ലോ ബീജാദാനം നൽകാൻ. അവനിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങൾ നടത്തി പണി ഒപ്പിച്ചു പോകുന്നത് ആ മഠത്തിന് ആരും അറിഞ്ഞില്ല അത്ര. ആരും അറിഞ്ഞില്ല. ഫ്രാങ്കോ ഇവിടെ വന്ന് പലപ്പോഴും 26 വർഷമോ മറ്റോ ഫ്രാങ്കോ പണി ഒപ്പിച്ചു. അത് അവിടുത്തെ കന്യാസികൾ അപ്പം ഒന്നും അറിഞ്ഞില്ല. ഇവിടെ രാത്രി 10 മണിയാകുമ്പോഴാണ് തേച്ച സാധനമായിട്ട് കൊണ്ടുപോകുന്നത്. അച്ഛനെ തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. അവസാനം അവൾ അച്ഛനെ തേച്ചു. അത് അയാൾ ഗതികേടിലായി. നല്ല പൊസിഷനിലിരുന്ന ആളാണ്. അപ്പം ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. രാമനാരായണ കർത്താവേ ഈശോ മിശിഹേ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അപയുടെ കേസ് അതാണ്ടായത്. അപയുടെ കേസ് എങ്ങനെയാണ് തെളിഞ്ഞത്? അവിടെ ഈ അടക്കിയൊക്കെ കക്കുന്ന ഒരാൾ യാദൃശ്യമായിട്ട് അയാൾ കണ്ടില്ലായിരുന്നെങ്കിൽ കേസ് അതൊക്കെയും ദൈവത്തിൻ്റെ സാക്ഷിയാണ്. അതൊക്കെ ദൈവമണത്തെ സാക്ഷികൾ ഉണ്ടാക്കുന്നത്. ആ മഠത്തിലുള്ള ആളുകൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ മതിൽ ചാടി അവിടെ വന്ന് അവിടെ ത്രീസം എന്ന് പറയും, 3 പേര് കൂടിയുള്ള പരിപാടി. അത് അവിടുത്തെ കന്യാസികൾ അറിഞ്ഞില്ല എന്ന്. ആ കോൺവെന്റിലെ കന്യാസികൾ അറിഞ്ഞില്ല എന്ന്. വർഷങ്ങളായിട്ട് നടക്കുന്ന പരിപാടി. അറിയാതൊന്നുമല്ല. അവരും വാസ്തവത്തിൽ ഈ ജനലിൻ്റെ പഴുതുണ്ടല്ലോ അതിൽ കൂടെ നോക്കി അവർക്കൊരു സന്തോഷം, കണ്ടാലും സന്തോഷം ഉണ്ടാവുമല്ലോ. അവസാനം ഒരു അപയുടെ കൊലക്കേസ് അവസാനിച്ചു. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ രസം. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അവസാനം നാട്ടുകാർ കൂടി കുട്ടിയെ എടുത്ത് കൊണ്ടുവന്നു. പരിശോധനയും കാര്യം കഴിഞ്ഞ സമയത്ത് ഇപ്പം തന്നെ ഉണ്ടായ സംഭവമല്ലോ. അപ്പോൾ അറിയാലോ, ഇവിടെ അവിടെയും ഇവിടെ ഒന്ന് പരിശോധിച്ച കാര്യങ്ങൾ അറിയാലോ. അതിന് വലിയ പരിശോധനയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ചോദിച്ചാൽ ഇവളാണ് ആള്. അപ്പോൾ ആരാണിത് ചെയ്തത്? അവിടെ വേറൊരു അച്ഛനുണ്ട്, കൊച്ചച്ഛൻ. അയാളാണ് ഈ പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഏതായാലും ഇതിന് കാരണക്കാരായിട്ടുള്ള വൈദികൻ അയാൾ കരച്ചിലും പിടിച്ചു ആരംഭിച്ചു. അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പുറത്തും ശ്രമങ്ങൾ ആരംഭിച്ചു. നാണക്കേടല്ലേ. അവസാനം അയാളെ പരിശോധിച്ചു. അയാളുടെ മലവും മൂത്രവും ശുക്കളൊക്കെ എടുത്ത് പരിശോധിച്ചു. എന്തായാലും പറയാം NDA എന്തായാലും പറയാം അതിൻ്റെ ഒക്കെ എടുത്ത് പരിശോധിച്ചു. DNA ഒക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇയാളവിടെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ കുട്ടികളുണ്ടായത് ഇയാളുടെ ബീജം ചെന്നിട്ടല്ല. അപ്പോൾ പിന്നെ ആരെ ബീജം ചെന്നിട്ടാ? അത് വേറൊരാളുടെ. അതാരാ? അത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കോക്ടെയിലാവുമ്പോൾ ഏതോ സാധനം അറിയില്ലല്ലോ. കുറച്ച് ബ്രാൻഡിയും കുറച്ച് വിസ്കിയും കുറച്ച് ജിന്നും കുറച്ച് പിന്നെന്താ ഉള്ളത്, ഇനി റമ്മ, അതെല്ലാം കൂടി ചേർത്ത് കുറച്ച് ബീറും ചേർത്ത് കുറച്ച് ഐസ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിലെന്താ ഉള്ളത്? അതിനാണ് കോക്ടെയിൽ എന്ന് പറയുക. അപ്പോൾ കോക്ടെയിൽ വിഭവമാണ് അകത്ത് ചെന്നിട്ടുള്ളത്. പലരും കയറി ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ ആളുടെ പേര് പറയാൻ പറ്റുന്നില്ല. ഏതായാലും അച്ഛൻ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും കുട്ടി അച്ഛൻ്റെ അല്ല. അതായുള്ള ഭാഗ്യം. കന്യാസ്ത്രീ ആയിട്ടുള്ള വിദ്യാർത്ഥിനി കന്യാസ്ത്രീ ആവാൻ വേണ്ടി ചെന്നിരിക്കുകയാണ് അവിടെ. ഇതൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരവരുടെ ഉള്ളിലുള്ള തേങ്ങലും ഈ കാണുന്നതും കേൾക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ലോകമല്ല ശാശ്വതം എന്നുള്ള അറിവ് അയാളുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ
ദെൻ ഹി വിൽ സ്റ്റാർട്ട് ടു സീക്ക്, യഥാർത്ഥ ഗോഡിനെ അന്വേഷിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഒരാളൊക്കെ അവിടെ ചേർന്നിട്ട് കാര്യമുള്ളൂ. ഇതങ്ങനെയല്ല. വീട്ടിൽ 2-3 പെൺകുട്ടികളുണ്ടായ ഒരെണ്ണത്തിന് അങ്ങോട്ട് നൽകുക, അവിടേക്ക് നൽകുക. എന്തിനാ? കർത്താവിൻ്റെ മണവാട്ടി. കർത്താവിൻ്റെയാ. ഭർത്താവോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാം ചപ്പിളിപുളിയാക്കിയിട്ട് അവനെ കർത്താവിനിട്ട് കൊടുക്കുക, അത് വേറെ കേസ്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ മറ്റേ ഈ സംഭവത്തിൽ ഈ മറ്റേ വൈദികനെ കൊച്ചച്ഛനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അയാളുടെ പരിശോധന നടത്തി, DNA പരിശോധന നടത്തി. അപ്പം എന്തായി? അയാൾ കുറ്റക്കാരനല്ലെന്ന് വന്നു. എന്തോ ഭാഗ്യം, അയാൾ അവിടേക്ക് സമർപ്പിച്ചതിൻ്റെ അംശമല്ല ഈ കുട്ടിയിൽ കയറിപ്പോയത്, അത് വേറെ ആൾക്കാരുടെയാണ്. ഇയാളും കുറ്റക്കാരൻ തന്നെ. പക്ഷേ ദൈവം അയാളെ രക്ഷിച്ചു എന്നല്ലേ പറയേണ്ടതുള്ളൂ. തെലുങ്കാന എലൂരു അവിടുത്തെ സെൻറ്റ് ജോൺസ് കോൺവെൻറ്റ് ഹോസ്റ്റലിലെ അന്തേവാസിയായ 18കാരി പെൺകുട്ടിയാണ്. വല്ല അത്ഭുതമുണ്ടോ? 18കാരി പെൺകുട്ടിയെ പിടിച്ച് കെട്ടിയിട്ട് അവളുടെ വികാരം ശമിപ്പിക്കാൻ പറ്റുമോ? അത് മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ലേ. ആ കന്യാസ്ത്രീ വിദ്യാർത്ഥിനിയാണ് പ്രസവിച്ചത്. ഉടനെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. ജനിച്ച് മിനിറ്റുകൾ പ്രായമുള്ള, അതായത് ജനിച്ച ഉടനെ തന്നെ എല്ലാം കത്തിരിയെടുത്തിട്ട് മറ്റേത് ഇത് മുറിച്ചിട്ടുണ്ടായിരിക്കുന്ന അവിടെ നിന്നുള്ള പൊക്കൽ കൊടിയുണ്ടല്ലോ, മുറിച്ച് എടുത്താണ് കളഞ്ഞു. നമ്മൾ ഛർദ്ദിക്കുകയും ചെയ്തു. ഛർദ്ദിക്കുമ്പോൾ വാരി കളയില്ലേ, അതുപോലെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. ഒരു വിലയില്ല, ഒരു ജീവനെയാണ് എടുത്ത് കളഞ്ഞത്. ആരാ? എല്ലാ ജീവനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി, ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട കന്യാസ്ത്രീ. അതിന് തൊട്ടടുത്ത പുറയിടത്തു നിന്ന് കണ്ടെത്തി. ഈ ഡിസംബറിലായ സംഭവം ഞാൻ പറഞ്ഞില്ലേ, 3-4 മാസമായിട്ടുള്ളൂ. 3-4 മാസം 2 മാസമായിട്ടുള്ളൂ. ഡിസംബർ 8-നായിരുന്നു സംഭവം. അതിനെ തുറന്നിട്ടുള്ള വൈദിക വിദ്യാർത്ഥി, അതിന് ഡീക്കൻ എന്ന് പറയുക, കൊച്ചച്ചൻ അയാളെ അറസ്റ്റ് ചെയ്തത്. കത്തോലിക്ക സഭയിലെ കപ്പൂച്ചൻ സന്യാസ സമൂഹത്തിൽപ്പെട്ട സെമിനാരി വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഇവരാണ് ഈ കാവ്യവസ്ത്രം ധരിച്ച് നടക്കുന്ന മറ്റേ വൈദികന്മാർ, കപ്പൂച്ചൻ. മിനിറ്റുകൾ മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ശരീരം ആരോ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ച് പോലീസ് വന്നു, അന്വേഷണം ആരംഭിച്ചു. എലൂരിലെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് ഹോസ്റ്റലിലെ കന്യാസ്ത്രീയായിട്ടുള്ള 18കാരിയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത് എന്ന് കണ്ടെത്തി. കർണൂൽ സ്വദേശിയായ പെൺകുട്ടി ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ്. ഒപ്പം കന്യാസ്ത്രീ ഈ പരിശീലനത്തോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട് അവർ. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ള യുവതി ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കപ്പൂച്ചൻ അച്ഛനായിട്ട് അവിടുത്തെ കൊച്ചച്ഛനായിട്ടുള്ള ഡീക്കൻ വിദ്യാർത്ഥി കസ്റ്റഡിയിലെടുത്തത്. അയാൾ സെമിനാരി പഠനം പൂർത്തിയാക്കി വൈദിക പട്ടം ലഭിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അർത്ഥം. അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അയാൾ അച്ഛനായി, ഒറിജിനൽ അച്ഛനായി. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അറസ്റ്റ് നടന്നത്. എന്തായാലും വിശദമായിട്ടുള്ള DNA പരിശോധന നടത്തി അയാളുടെ നിരപരാധിത്വമല്ല, അയാളുടെ ബീജത്തിലുണ്ടായ കുട്ടിയല്ല എന്ന് മാത്രം. പണിയൊക്കെ അയാൾ ഒപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ പ്രൊവിൻഷ്യൽ ഫാദർ മരിയാസ് എന്ന് പറഞ്ഞ ആൾ പിതൃത്വ നിർണയ പരിശോധനയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും വൈദിക വിദ്യാർത്ഥിയെ പുറത്തു വിട്ടുള്ള ജയിലിൽ തന്നെയാണ്. വൈദികൻ പീഡിപ്പിച്ചിരുന്നു എന്ന മൊഴിയിൽ വൈദ്യം പീഡിപ്പിച്ചിട്ടുണ്ട്, വൈദ്യം പണി നടത്തിയിട്ടുണ്ട്. ആ മൊഴിയിൽ ഈ പെണ്ണ് ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അയാളെ പുറത്തുവിടാൻ പറ്റില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഈ കോക്ടെയിലിൽ ചെന്നതിൽ കൂടുതൽ എഫക്റ്റീവായത് റമ്മല്ല, വിസ്കി ആയിരുന്നത് മാത്രം. എന്നാൽ ഇയാളുടെ ബീജമല്ല ഇവളെ കുട്ടിയെ സൃഷ്ടിച്ച്. അതിൻ്റെ പേരിൽ കുട്ടിയുടെ അച്ഛൻ്റെ പിതൃത്വം അതുമാത്രമാണ് തെളിയാതെ പോയത്. പക്ഷേ കുറ്റം തെളിഞ്ഞിട്ട് കുറ്റം ഇപ്പോഴും അവിടെ നിൽക്കല്ലേ. ഇയാൾ രഹസ്യമായിട്ട് അവിടെ കയറി ഒപ്പം മറ്റുള്ളവരൊപ്പം കൂടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ജയിലിൽ തന്നെയാണ് ഇയാൾ. പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന വീട്ടുകാരുടെ ഭീഷണിക്ക് വഴങ്ങാത്തതാണ് ഇയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ കാരണമെന്ന് ഫാദർ മരിയാദാസ് ചൂണ്ടിക്കാണിച്ചു. അപ്പോഴും ഇവരെ ഇടപെടൽ നോക്കണം. ഈ പെണ്ണിന് ഗർഭമുണ്ടായപ്പോൾ ഈ അച്ഛനെയാണ് ഇവൾക്ക് ഇഷ്ടം. അപ്പോൾ അയാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അതെൻ്റെ കുട്ടിയൊന്നുമല്ല, ഞാൻ കല്യാണം കഴിക്കില്ല എന്ന്. അതിൻ്റെ പേരിലാണ് കേസ് കൊടുത്തത്. അയാളെ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. യുവതിയിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ പരിശോധനയിൽ ഒരു കാര്യം മനസ്സിലായി. നിരക്കെ കെടുക്കണ നമ്പർ, നിരക്കെ. അതായത് പിന്നാലെ രാത്രിയും പകലും 000000 അതാണ് നമ്പർ. എഴുതിയെടുത്തോ. 00000000 ഈ നമ്പറാണ്. മനസ്സിലായില്ലേ? ആ നമ്പറിലാണ് മൊബൈൽ ഫോണിൽ ഒരു നമ്പർ. ആ ഒരു നമ്പർ ആ പരിശോധനയിൽ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. കാര്യം മനസ്സിലായി. യഥാർത്ഥ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുമായിട്ട് അവരുമായിട്ട് കല്യാണം നടത്താൻ ഈ വീട്ടുകാർ ഒരുക്കല്ല. അവർക്ക് ഈ അച്ഛനെ തന്നെ വേണം. ഏതായാലും കന്യാസ്ത്രീ ഗർഭത്തിന് ഉത്തരവാദിയെന്ന് കരുതുന്ന ഈ വ്യക്തിയെ തെലുങ്കാന പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെണ്ണിന്
ബീജാദാനം നൽകിയ രണ്ടുപേരിപ്പോൾ ജയിലിൽ ഒരുമിച്ചിരുന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിതന്മാരാ, അവർ തമ്മിലിങ്ങനെ പറയുന്നുണ്ടായിരിക്കും, എങ്ങനെയായിരുന്നു രണ്ടുപേരും ഒരാളുടെ പെക്കറ്റല്ലേ കയറിയിട്ടുള്ളത്. അയാൾ മറ്റൊരു മതത്തിൽ നിന്നുള്ള ആളാണ്, രണ്ടാമത് ഇവളുമായിട്ട് പണിയൊപ്പിച്ച് വേറെ മതത്തിൽ നിന്നുള്ള ആളാണ്. അതുകൊണ്ട് ആ വിവാഹത്തെ എതിർക്കുന്നു. അതുകൊണ്ട് അച്ഛനെ തന്നെ മതി എന്ന് ഇവരുടെ ആഗ്രഹം. അച്ഛനൊട്ട് അതിന് സമ്മതിക്കുന്നുമില്ല. അച്ഛന് പണിയണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കെട്ടാൻ തയ്യാറില്ല. കുഞ്ഞിനെ എറിഞ്ഞു കൊന്നതിൻ്റെ പേരിൽ അറസ്റ്റിലായ യുവതി ജയിലിൽ തുടരുകയാണ്. അപ്പം എന്തായി? ഇവളും അവന്മാരും ഒരേ ജയിലിൽ. ആലോചിച്ചു, ഇതിനപ്പുറം ആനന്ദലബ്ധിക്കിനി എന്തു വേണം? ആലോചിച്ച് നോക്കുക. ഇത് ശിക്ഷയാണോ? പെണ്ണ് ഇപ്പുറത്ത്, മറ്റേ രണ്ടുപേരും ഇപ്പുറത്ത്. ഇപ്പോഴും കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും കോടതി വിദ്യാർത്ഥിയെ വെറുതെ വിട്ടാൽ അയാളെ സന്യാസ സമൂഹത്തിലേക്ക് തിരിച്ചെടുക്കുമെന്ന് ഫാദർ മരിയാദാസ് പറഞ്ഞു. ഒന്ന് വെള്ളം പൂശിയാൽ മതിയല്ലോ, കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ മതിയല്ലോ, ആനാം വെള്ളം. കന്യാസ്ത്രീ മഠത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്ന യുവതി നവജാത ശിശുവിനെ കോൺവെന്റിൽ കെട്ടിടന്ന് മുകളിൽ വലിച്ചെറിഞ്ഞു എന്നുള്ള കേസ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇങ്ങനെ ഈ പോക്കടക്കേട് ഒപ്പിച്ച് വെക്കുന്നത്? ഏതെങ്കിലും വീടിനകത്ത് ദൈവവിളി എന്താ അറിയോ? പണ്ടൊക്കെയും ഇടുക്കി ഭാഗത്തുള്ള ദൈവവിളി, കോട്ടയം ഭാഗത്ത് ദൈവവിളി എന്താ അറിയാമോ? ഒരു വീട്ടിൽ 16 പെണ്ണുങ്ങൾ, ഒരു 16 പ്രസവം ഉണ്ടായിരിക്കും. അത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലെ ടി വിയും മറ്റേ എന്തായാലും പറയുക മൊബൈലും അതും ഇതും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആയിക്കൂടി എൻ്റർടൈൻമെൻറ്റ് ഇത് മാത്രം. ഓൺലി റിക്രിയേഷൻ ഈസ് പ്രൊക്രിയേഷൻ, പണിയൊപ്പിക്കൽ. അങ്ങനെ ഒരു വീട്ടിൽ 8 മക്കൾ, 10 മക്കൾ, 12 മക്കൾ, 20 മക്കൾ കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തെ ഗതി പിടിക്കാണ്ടാവുമ്പോൾ രണ്ടെണ്ണത്തിന് അങ്ങോട്ട് കൊടുത്തു വിടുക, അച്ഛന്മാർക്ക് കൊടുത്തു വിടുക, പള്ളിക്ക് കൊടുത്തു വരിക, കർത്താവിൻ്റെ മണവാട്ടി എന്നും പറഞ്ഞ്. എന്നിട്ട് കർത്താവിൻ്റെ മണവാട്ടിയൊന്നല്ല ആവുന്നത്, അവർ ഭാര്യമാരാകുന്നു. ആരുടെ? ഭർത്താക്കന്മാരുടെ. ആരാ ഭർത്താക്കന്മാർ? ഈ വെളുത്ത നോക്കിയിട്ടുള്ള ചെറുത്താന്മാർ തന്നെ. അപ്പം കർത്താവിന് എന്താ കിട്ടുന്നത്? കർത്താവിൻ്റെ മണവാട്ടി എന്നാ വെപ്പ്. മോതിരക്കിട്ട് കൊടുക്കും. അത് ചത്ത് കഴിഞ്ഞ് 90 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സിലല്ലേ ചാവുക. അപ്പോഴേക്കും ഇവിടെ എല്ലാവരും കൂടി കയറി ഇറങ്ങി പണി തീർത്തി ആകെ ഒരു വിഴുപ്പ് പാണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ടാണ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക. ഞാൻ വന്നോട്ടാ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക. അതിനെ അവിടെ കൊണ്ട് വിടുക. കർത്താവിനോട് ചെയ്യണ ചെതി ആലോചിച്ച് നോക്ക്. ഇനി നാട്ടിലെ ഭർത്താക്കന്മാർ, ലോഹയിട്ട ഭർത്താക്കന്മാർ, വഴി വെട്ടി വിസ്തൃതമാക്കിയ അഥവാ ഭോഗിച്ച് നശിപ്പിച്ച പെണ്ണുങ്ങളെയാണോ? ചിലർക്ക് സെക്കൻഡ് ഹാൻഡാവും ഇഷ്ടമേ. അതാണോ കർത്താവിന് ഇഷ്ടം? അത് അന്വേഷിക്കണം. യേശു ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എത്ര പെണ്ണുങ്ങളെ ഉപയോഗിച്ച് കാണും? എത്ര കോടി പെണ്ണുങ്ങളാണ്? കാലം കുറേ തുടങ്ങിയിട്ട്, ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇവിടുന്ന് ചത്തു പോകുന്നവരും കൂടെ അവിടേക്കല്ലേ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞാൽ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ ദിവസം ചുരുങ്ങിയതൊരു 25,000 അവിടെ ചെല്ലുന്നുണ്ടായിരിക്കും. ഇയാൾ ഇത്ര വലിയ ശക്തിയുള്ള ആളാണോ? എന്തായാലും ഇവിടെ അച്ഛന്മാർ ഉപയോഗിച്ചു. പക്ഷെ ഗർഭം വേറൊരാളുടേത്. ഇത്രയും കാര്യങ്ങൾ അവിടെയുള്ള ആൾക്കാർ ഒന്നും അറിഞ്ഞില്ല എന്ന്, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന്. എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇവളുടെ പേരെന്താ അറിയോ? കന്യക. ഇപ്പോഴും നൺ സിസ്റ്റർ എന്നാണ് പേര്. കന്യക എന്ന് ചേർത്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ്. റോമക്കാർ ഒറ്റ പ്രാവശ്യമേ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കളഞ്ഞിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം തറച്ചു കളഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ റോബിൻ അയാൾക്ക് പറ്റുന്ന രീതിയിൽ അയാൾ സ്വർണ്ണക്കുരിശുമ്മലാണ് തറച്ചിട്ടുള്ളത്. കോട്ടൂരാൻ, പുതിർക്ക, ഫ്രാങ്കോ, അയ്യോ ഇങ്ങനെ വിളിക്കാൻ പാടില്ല അല്ലേ, ഫാദർ റോബിൻ, ഫാദർ കോട്ടൂരാൻ, ഫാദർ ഫ്രാങ്കോ, ഫാദർ പൂതിർക്ക, അവരൊക്കെയും പരസ്യമായിട്ടാണ് ഇപ്പോൾ യേശുക്രിസ്തുവിനെ തൂക്കിലേറ്റിയിട്ടുള്ളത്. പിന്നെ രഹസ്യമായിട്ട് ലോഹയിട്ടുള്ള ഒരുപാട് ചെറുത്താന്മാരുടെ കഥ പുറത്തു വരാത്തതുണ്ട്. അവരൊക്കെ ശരിക്കും പറയുന്നത് ഇപ്പോൾ ദിനം എന്നും എപ്പോഴും എല്ലാ സമയത്തും അവസരം കിട്ടുമ്പോഴൊക്കെ ഈ വക പ്രവർത്തികളിലൂടെ യേശുവിനെ കുരിശിലിങ്ങനെ തറച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം യേശു.